റിച്ച്മോണ്ടിൽ നമുക്കൊരു പണി കിട്ടി, ബസ് മാറി കയറേണ്ടി വന്നു. ഒരു തലവേദനയായിരുന്നു. എന്തായാലും ഒന്ന് ബോഡി അനങ്ങിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ബസ് യാത്രയിൽ ഇങ്ങനെ ചെറിയൊരു ഇതുണ്ടാവില്ല. പക്ഷേ ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഭയങ്കര പ്രൊഫഷണലല്ലേ, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു 10-15 മിനിറ്റത്തെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ വരുവാണെങ്കിൽ ഇവർ പറയുന്ന സ്ഥലത്ത് ഇരിക്കുക, എങ്ങോട്ടും പോകരുത്. ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരണം. എപ്പോഴും കുറേ നേരത്തേക്കൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വെയിറ്റിങ്ങുകൾ എല്ലാം തന്നെ അവർ പറയും. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് എന്ന് പറയും. ആ പറയുന്ന കറക്റ്റ് സമയത്ത് എത്തിക്കോളണം. ഈ ഗ്രേ ഹൗണ്ട് ബസ് ഏറ്റെടുത്തിരിക്കുന്ന ഫ്ലെക്സ് ബസ്സാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ മുമ്പ് ഒരു വർഷം മുമ്പ് ഫ്ലെക്സ് ബസ്സിൽ ലോസ് ആഞ്ചൽസ് മുതൽ സാന്റാ ബാർബറ എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ കാലിഫോർണിയയിൽ യാത്ര പോയിരുന്നു. ഇവരാണ് ഇപ്പോൾ ഈ ഗ്രേ ഹൗണ്ട് ബസ്സുകൾ കംപ്ലീറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലെക്സ് ബസ്സിൻ്റെയും ഗ്രേ ഹൗണ്ടിൻ്റെയും സൈറ്റുകൾ രണ്ടാണെങ്കിലും അതിൻ്റെ പ്രൈസും ബാക്കിയുള്ള റൂട്ടും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. വിർജീനിയ കഴിഞ്ഞ് വാഷിങ്ടണിലേക്ക് എത്താറായപ്പോഴേക്കും പിന്നെ മരങ്ങളൊക്കെ പോയി, പിന്നെ എന്താ പറയുക, സിറ്റി ആ ഒരു ഏരിയ മാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. സമയം രാത്രി 12 മണിയായി. ഫുള്ള് ടണലുകളാണ്. എൻ്റെ കൂടെയുള്ളതൊരു വിർജീനിയക്കാരൻ പയ്യനാ. അവന് ഇത് കണ്ടിട്ട് അന്തം വിട്ടിരിക്കുക. അവനാകെ അന്തം വിട്ടിരിക്കുന്നത് കണ്ടിട്ട്. എൻ്റെ മോനെ ഇവൻ്റെ അപ്പം വീട്ടിൽ നിന്ന് വിട്ടത് വീട്ടിൽ നിന്നുള്ള എൻ്റെ വിഷമത്തിന് ഇരിക്കരുതെന്നൊക്കെ പറഞ്ഞു വിട്ടെന്ന്. ഇവനിത് കണ്ട ആകെ അന്തം വിട്ടിരിക്കുകയെന്ന് പറയുന്നത്. ശരിക്കും പകല് കാണാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളിതൊക്കെ അല്ലാത്തൊരു ദിവസം വേറെ രീതിയിൽ ഫുള്ളായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് ബസ് സ്റ്റാൻഡാണോ? വാഷിങ്ടൺ DC-യിലെ ഒരു ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ ഇത്. ബസ് സ്റ്റാൻഡിൽ ഈ ബസ് അങ്ങോട്ട് കയറി പോകുന്നതുകൊണ്ട് ഇത് ബസ് സ്റ്റാൻഡാണോന്ന് സംശയം. Okay everyone, we're coming up over Union Station stop. Washington DC. യൂണിയൻ സ്റ്റേഷൻ സ്റ്റോപ്പാണ്. Washington DC Union Station stop. ബിൽഡിംഗ് ആട്ടോ, ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ കയറുന്നത്. മൈ ഗോഡ്, ഇതാണ് യഥാർത്ഥ അമേരിക്കയിൽ നമ്മളെത്തിയത്. റോട്ടിൽ കൂടെ പോയപ്പോൾ ഭയങ്കര ഒരു ബിൽഡിങ് പോലെ തോന്നിയത്. നമ്മൾ ഈ ബിൽഡിങ്ങിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇതിലൊക്കെ സ്റ്റെയറും എല്ലാ കാര്യങ്ങളും. ഗ്രേ ഹൗണ്ട് ബസ്സുകൾ അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ലോസ് ആഞ്ചൽസിലെ തിരക്ക് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തിരക്കുകളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഇവിടെയാണ് ഭയങ്കര റഷായിട്ടുള്ളൊരു യൂണിയൻ സ്റ്റേഷനാണ്. ഇതൊക്കെ അല്ലാണ്ട് നമുക്ക് അടിച്ച് പൊളിച്ച് കാണണം. പണ്ട് ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കാണുന്ന കാഴ്ചകൾ ഇപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഭരിക്കുന്നതും ജീവിക്കുന്നതുമായ വൈറ്റ് ഹൗസ്, അതുപോലെ തന്നെ ഏറ്റവും മേജറായിട്ടുള്ള US ഓഫീസുകൾ എല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലമാണ് വാഷിങ്ടൺ DC. ഈ വാഷിങ്ടൺ DC എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സ്റ്റേറ്റ് അല്ല, ഇത് ജസ്റ്റ് ഒരു 68 മൈൽ മാത്രം വരുന്ന ഒരു ഏരിയയാണ്. Okay everyone, this is your Baltimore station. നമ്മൾ ബാൾട്ടിമോർ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. മേരിലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ബാൾട്ടിമോർ സ്റ്റേഡിയം ആണ് നമ്മൾ കാണുന്നത്. ഷിപ്പുകൾ കൊണ്ട് നിർത്തിയിട്ടേക്കുന്നത് കാണാം നമുക്ക്. നമ്മൾ ന്യൂജേഴ്സി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെത്തിയിരിക്കുന്നത് ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റോപ്പിലാണ്. ഇവിടുന്ന് 30 മിനിറ്റാണ് കാണിക്കുന്നത് ന്യൂയോർക്കിലേക്ക്.
രാവിലെ 4:45 സമയം. എന്തൊരു തിരക്കാണെന്ന് നോക്കൊരു ബസ് സ്റ്റേഷനാണ്. ഗ്രേഹൗണ്ട്. ബോസ്റ്റണിലേക്ക് 7 മണിക്ക് പോകുന്നൊരു ബസ്സാണിത്. അതിൽ ആളുകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബസ് പോകുന്നത് 10 മണിക്കാണ്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം നമ്മുടെ ബസ്സിൻ്റെ ടൈമിന് വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ പോയി ഓരോ ഗേറ്റുകളും അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ന്യൂയോർക്ക് പോർട്ട് അതോറിറ്റിയുടെ ഗ്രേഹൗണ്ടിൻ്റെ ഓഫീസാണ് കാണുന്നത്. രാവിലെ 5 മണി, ഇപ്പോൾ ഇപ്പോൾ രാവിലെ 6:30 ടൈം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഡ്രസ്സുകളുണ്ട്. ഇപ്പോൾ നമ്മൾ 2-3 ദിവസം ഉപയോഗിച്ച ഡ്രസ്സുണ്ട്. അപ്പോൾ നമുക്ക് 10 മണിക്കാണ് ബസ്. ഒരു 3 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ലോണ്ട്രിയിൽ നോക്കിയിട്ട് ലോണ്ട്രി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ലോണ്ട്രി ചെയ്തിട്ട് പോരാം. എൻ്റെ പൊന്ന്, ഇത് വലിയൊരു ലോകമുണ്ടോ. സബ്വേയും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മളിവിടെ നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ പുറത്ത് പോകണമെങ്കിൽ ഇവിടെ ടിക്കറ്റൊക്കെ കാണിച്ചിരുന്ന പരിപാടികളുണ്ട്. നമുക്ക് അത്രയും ക്രിട്ടിക്കലല്ല പോകേണ്ടത്. അതുകൊണ്ട് പിന്നെ എന്തായാലും നോക്കിയിട്ട് പോകാം. ഇനി നമ്മൾ ആദ്യം നിന്നല്ല സബ്വേയിലേക്ക് പോകുന്ന വഴിയുണ്ടോ, അല്ലാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനിവിടെ വഴിയുണ്ട്. ഇതല്ലേ ആളുകളൊക്കെ വരുന്നത്. എൻ്റെ പൊന്നോ, ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് പുറത്തേക്ക് പോകാം, അകത്തേക്ക് കയറാം. ഞാൻ വിചാരിച്ചു നമ്മളിനിയിപ്പോൾ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വരാൻ പറ്റുമെങ്കിൽ റിസ്ക് എടുത്ത് ഇനി പോകാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും അടിപൊളിയായി. മറ്റേ നമുക്ക് നിൽക്കുന്നിടത്ത് നിന്ന് റോഡ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അണ്ടർഗ്രൗണ്ടിലായിരുന്നു നമ്മൾ നിന്നിരുന്നത്. ന്യൂയോർക്ക് ടൗൺ, മൈ ഗോഡ്. അടിപൊളി. നമ്മുടെ കയ്യിൽ 3 ബാഗുണ്ട്. അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള സമയം പറ്റില്ല. തന്നെയല്ല സമയമില്ല. നമുക്ക് പെട്ടെന്ന് ലോണ്ട്രി കണ്ടുപിടിക്കട്ടെ. ഇത് ഇവിടെ സൈക്കിൾ ട്രാക്കിലൂടെ ആളുകൾ വരുന്നു. അടിപൊളിയാണ്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. രാവിലെ ഉണ്ടായിരിക്കും. ബിൽഡിങ്ങുകളൊക്കെ നോക്കി രക്ഷയില്ല. നമ്മുടെ കയ്യിൽ കുറച്ചധികം ബാഗുകളുള്ളതുകൊണ്ട് നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരു 300 മീറ്ററാണ്, മൈൽസാണ് കാണിക്കുന്നത് നമ്മുടെ ലോണ്ട്രിയിലേക്ക്. നമ്മളങ്ങനെ മനോഹരമായ ന്യൂയോർക്ക് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇത് ചിക്കൻ കബാബ് ഇതൊക്കെ വിൽക്കുന്ന കടകൾ. ലോസ് ആഞ്ചൽസിനെ അപേക്ഷിച്ച് വളരെ നീറ്റ് ആൻഡ് ക്ലീന്, കുറച്ചുകൂടി ഒരു നല്ലൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് 10 മണി വരെ സമയമുണ്ട്. അതുകൊണ്ട് ലോണ്ട്രിയൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 8 മണിയായിട്ടുള്ളൂ. ഇനി നമുക്ക് 2 മണിക്കൂർ കൂടെയുണ്ട്. തൊട്ടടുത്താണ് നമ്മുടെ ഈ ഒരു സ്റ്റേഷന് തൊട്ട് അടുത്തായിട്ടാണ് ലോണ്ട്രി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്ക് സിറ്റിയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെ തന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് ആളുകൾ ജോലിക്കും സ്ഥലം കാണാനൊക്കെ ആയിട്ട് വന്നു പോകുന്ന ആ ഒരു സമയത്താണ് നമ്മളിൽ എത്തിയിരിക്കുന്നത്. അടിപൊളിയാണ്. നമുക്ക് സമയമില്ലാതെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വിശദമായിട്ട് ഇവിടെ ഇറങ്ങി കാണാമായിരുന്നു. എന്തായാലും നമുക്കിനി നേരെ നമ്മുടെ ബസ് പിടിക്കാൻ പോകാം. നമ്മളിപ്പോൾ വന്ന ഫ്ലോറിൻ്റെ താഴെ 2 ഫ്ലോർ താഴെയാണ് നമ്മുടെ ഈ ഗ്രേഹൗണ്ടിൻ്റെ ബസ്സൊക്കെ വരുന്നത്. നമ്മൾ ആദ്യം ഇവിടെ വരുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനായി പോകും. ഇത് എവിടെയാണ് ബസ് കയറേണ്ടത് എന്നുള്ളതൊക്കെ, അല്ല പുറത്തേക്ക് ഇറങ്ങുന്ന ഇതിലാണെന്നുള്ളതൊക്കെ. പക്ഷെ നമ്മളത് കണ്ടുപിടിച്ചെല്ലാം ഈസിയായി. എല്ലാ ബസ്സുകളും ഇവിടെ ആയിരിക്കും കേട്ടോ വരുന്നത്. കണ്ടില്ലേ, ഓരോ ബസ്സിനും ഓരോ ഗേറ്റുണ്ട്. അതിൻ്റേതായ ഓഫീസുകൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. എല്ലായിടത്തും വിലപേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഈസിയാണ് കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. യെസ്, നമ്മുടെ കയ്യിൽ ആക്ച്വലി 2 ബാഗ് മതി. ഇതെന്താ, ഈ ബാഗ് പിന്നെ നമ്മുടെ ഒരു ലാപ്ടോപ്പ് ബാഗ്. പക്ഷേ ഈ ബാഗ് നമ്മൾ വെറുതെ എടുത്ത് വെച്ചതാണ്. കുറച്ച് അധികം ചെറിയ ചെറിയ വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ
കുറച്ച് എക്സ്ട്രാ ഫുഡൊക്കെ. അത് നമ്മുടെ ബസ് യാത്രയിൽ ഒരുപാട് ഉപകാരപ്പെട്ടു. പക്ഷേ ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ട്രാവലിങ്ങിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ തിരിച്ച് നമ്മൾ ഫ്ലൈറ്റിനാണ് പോണത്. അപ്പോൾ നമുക്ക് 2 ബാഗ് കൊണ്ടുപോകാനായിരിക്കും എളുപ്പം. അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ച് നമുക്ക് ഇത്രയും ദിവസം ഉള്ളതുകൊണ്ട് ഭയങ്കര ഗുണം ചെയ്തു. പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറുള്ളൂ. ഈ പോർട്ട് അതോറിറ്റിയുടെ ഓഫീസിലാണ് വരുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗേറ്റ് നമ്പർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ന്യൂയോർക്കിൽ വന്നിട്ട് വളരെ ഈസിയാണ്. ഈ ബിൽഡിങ്ങിൽ വന്ന് ഒരുപാട്, എനിക്ക് തോന്നുന്നു ഏകദേശം 1000-ഓളം ഗേറ്റ് ഉണ്ട്. പക്ഷേ ഓരോ ഫ്ലോറിലായിട്ടാണ്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. എല്ലാം കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേക്കും ബോസ്റ്റണിലേക്ക് പോകാനുള്ള ക്യൂ ഇവിടെയായി. നമുക്ക് 9:15 നമ്മളിവിടെ എത്തി. 10 മണിക്കാണ് ബസ്. ഇവർ ഒരു 9 മണി 9:15 ആകുമ്പോഴത്തേക്കും ആളെ എടുത്ത് തുടങ്ങും. നമ്മൾ ആ ക്യൂവിലായിരുന്നു കേട്ടോ നിന്നത്. ആ ക്യൂ 9:40 ബോസ്റ്റണിൽ പോകുന്ന ബസ്സിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ 10 o'clockൻ്റെയാണ്. അപ്പോൾ നമ്മൾ കൗണ്ടറിൽ ചോദിച്ചപ്പോൾ 85 ആണെന്ന് പറഞ്ഞായിരുന്നു. നമ്മളിവിടെ വന്നപ്പം ഇവിടെ നിൽക്കുന്നവർ ബോസ്റ്റണിന് മുമ്പ് ഇറങ്ങുന്നവരായതുകൊണ്ട് അവരൊന്ന് കണക്റ്റിക്കട്ട് വേറെ സ്റ്റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോയി. പക്ഷേ ഡ്രൈവർ വന്നപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം നിന്ന സ്ഥലം തന്നെയാണ്, ഇവിടെയാണ് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടൈമിന് ഉള്ള ലൈനിൽ തന്നെ നിൽക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഫർമേഷനിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. നമ്മുടെ ബസ് ന്യൂയോർക്കിൽ നിന്നും എടുക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളായിട്ടോ ടൗണിൻ്റെ ആ ഒരു അടിപൊളി കാഴ്ചകളൊക്കെ പോയി. 10 മിനിറ്റ് പോലും ആയിട്ടില്ല. നമ്മൾ രാവിലെ 10 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇനി വൈകിട്ട് 5 മണിയാകുമ്പോഴാണ് ബോസ്റ്റണിലെത്തുള്ളൂ. ബോസ്റ്റണിലെത്തുമ്പോൾ വീണ്ടും ബസ് ചേഞ്ച് ആവും. പിന്നീട് രാത്രി 12 മണിക്കാണ് നമ്മൾ ബംഗളൂരിലെത്തുന്നത്. ന്യൂയോർക്കിലെ വൈറ്റ് പ്ലെയിൻസ് എന്ന് പറയുന്ന സ്റ്റോപ്പിലെത്തി. ഇങ്ങനൊരു സ്ഥലപ്പേരുള്ളത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇതൊരു മെയിൻ സ്റ്റോപ്പായിരിക്കും. ഇവിടെ നിർത്തിയത് ആൾക്കാർ കയറാനൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ കണക്റ്റിക്കട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ന്യൂ ഹാവൻ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് നമ്മുടെ ജോർജിയൊക്കെ പോലെ കംപ്ലീറ്റ് ഗ്രീനറിയാണ്. നമ്മൾ ന്യൂ ഹാവൻ എന്ന് പറയുന്ന സിറ്റിയിൽ കണക്റ്റിക്കട്ടിലെ അടിപൊളി ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ എന്താ പറയുക കോമ്പൗണ്ടിലാണ്. ന്യൂ ഹാവൻ സിറ്റിയിലെ നമ്മുടെ ബസ് സ്റ്റോപ്പിലെ ചേർന്നാണ് റെയിൽവേ സ്റ്റേഷനും. നമ്മൾ അമേരിക്കയിൽ കേൾക്കുമ്പോൾ ന്യൂയോർക്ക് അതല്ലെങ്കിൽ വാഷിങ്ടൺ, ലോസ് ആഞ്ചലസ്, സാൻ ഫ്രാൻസിസ്കോയൊക്കെയാണ് കേട്ടിട്ടുള്ളൂ. ചെറിയ ഒരുപാട് സ്റ്റേറ്റുകൾ വേറെയും ഉണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹാർട്ട്ഫോർഡ് എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ്. ഇതും കണക്റ്റിക്കട്ട് സ്റ്റേറ്റിൽ തന്നെ ഉള്ളതാണ്.
കണ്ടില്ല എന്ത് വലുപ്പമുള്ള സിറ്റിയാണ് നിങ്ങൾക്ക്. പീറ്റർ പാൻ ഇങ്ങോട്ട് വന്നിട്ടോട്ടെ ഈ ബസ്സൊക്കെ കാണുന്നത്. ട്രാക്ക് ഇവിടെ നിന്നൊക്കെ ട്രെയിനും ഉണ്ട് കേട്ടോ. നമ്മൾ ഹാർട്ട്ഫോർഡ് എന്ന് പറയുന്ന സിറ്റിയിലെ കണക്റ്റിക്കട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അമേരിക്ക എന്തൊരു വലിയ രാജ്യമല്ലേ. നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ ടൗൺ പോലെയുള്ള ടൗണുകളായിരിക്കും ധരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇതൊക്കെ റെയിൽവേ സ്റ്റേഷനും വലിയ വലിയ സംവിധാനങ്ങളുള്ള വലിയ ടൗണുകളാണ് എല്ലാം തന്നെ. നമുക്ക് എന്താ പറയുന്നത്, വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ. ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കറക്റ്റ് ഈ ബസ് സ്റ്റേഷൻ കറക്റ്റ് നമ്മുടെ അലബാമയിൽ കണ്ട റെയിൽവേ സ്റ്റേഷൻ മേളിലും ബസ് സ്റ്റേഷൻ താഴെയായിട്ടുള്ളത് പോലെയാണ് കേട്ടോ. പക്ഷേ അലബാമയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ എന്താ പറയുക ശോചനീയമായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ. പക്ഷേ ഇവിടെ ഉള്ള സെയിം സിറ്റുവേഷനിൽ വളരെ നീറ്റായിട്ട് അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. ഹാർട്ട്ഫോർഡിലെ കാഴ്ചകൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണക്റ്റിക്കട്ട് പുഴയാണ് നമ്മൾ കാണുന്നത്. എന്തൊരു ഭംഗിയല്ലേ, മഴയൊക്കെ പെയ്തുകൊണ്ട് കളറ് മാറിക്കിടക്കുകയാണ്. എന്തൊരു വീതി, നിറച്ച് വെള്ളം ഉണ്ടാവും പുഴയിൽ. വീണ്ടും നമ്മൾ കണക്റ്റിക്കട്ട് പുഴ കവർ ചെയ്യാണ്. കണക്റ്റിക്കട്ട് റിവറാണ് നമ്മൾ കാണുന്നത്. സൂപ്പർ. അവിടെ അത് രണ്ടായി പോകുന്നുണ്ട് കേട്ടോ പുഴ. നമുക്കിവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇത് സ്പ്രിംഗ് ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. സ്കൂൾ ബസ് എന്ന് പറഞ്ഞ് എഴുതി പോകണമെങ്കിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. നമ്മൾ മാസച്യൂസെറ്റ്സ് സ്റ്റേറ്റിലേക്ക് കയറി. അതോടുകൂടി ചെറിയൊരു മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഡാലസ്, അതായത് ടെക്സസിലെ ഡാലസ് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ഗ്രീനറി തുടങ്ങി. അതായത് നമ്മുടെ ജോർജിയ കഴിഞ്ഞ് സൗത്ത് കരോലിന കഴിഞ്ഞ് നോർത്ത് കരോലിന കഴിഞ്ഞ് അവിടെയൊക്കെ ഇതേ സംഭവം തന്നെയായിരുന്നു. പിന്നെ വിർജീനിയ, പിന്നെ മേരിലാൻഡ്, ന്യൂയോർക്ക്, ഇങ്ങോട്ട് വരുമ്പോൾ ന്യൂജേഴ്സി, എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ ഗ്രീനറികളായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരുന്നതും നമ്മുടെ ഗ്രീനറി ആ ഒരു തിക്നെസ് കൂടി ശരിക്കും ഒരു കംപ്ലീറ്റ്ലി ആ ഫോറസ്റ്റിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. തന്നെയല്ല അത്യാവശ്യം നല്ല കയറ്റവും ഇറക്കമൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളൊരു വേറൊരു സ്പെഷ്യൽ ഫീല് കിട്ടുന്നുണ്ട്. ഈ കാടിൻ്റെ ഉള്ളിലേക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡും നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മരങ്ങൾ നിൽക്കുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വഴികൾ പോയിട്ട് വീടുകളുള്ളതുപോലെ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലും നമുക്കങ്ങനെ വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ 16ാമത്തെ സ്റ്റേറ്റാണ് മാസച്യൂസെറ്റ്സ്. അടുത്തത് ന്യൂ ഹാംഷെയർ 17, 18ാമത്തെ സ്റ്റേറ്റായ മെയിനിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 18 സ്റ്റേറ്റുകളും വാഷിങ്ടൺ DC ഉൾപ്പെടെ ടെറിട്ടറി ഉൾപ്പെടെ 19 ഏരിയകളാണ് നമ്മൾ 18 സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ 19 പ്ലേസസാണ് നമുക്ക്
കൊച്ചു തടാകങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ എടുത്തു വരുമ്പോഴത്തേക്കും കഴിഞ്ഞു പോകും. ഇത്രയും നോർത്ത് സൈഡിലേക്ക് വന്നിട്ടും റോഡിലെ തിരക്കൊന്ന് നോക്കി. നമ്മൾ പറഞ്ഞ തടാകമുണ്ടോ, ഇഷ്ടംപോലെ തടാകങ്ങൾ. എന്ത് രസമല്ലേ, വാവ്, ഭയങ്കര ഇഷ്ടമായി. അവിടെ അകത്തൊരു വീടുണ്ട് കേട്ടോ. ഒരു വീടല്ല, കുറച്ചധികം വീടുകളുണ്ട്. അതെനിക്ക് ക്യാമ്പിംഗ് ഏരിയ ആണോ അതെയോ ഒരു ഹൗസിംഗ് കോളനി ആണോ സംശയമുണ്ട്. ഒരു സിറ്റിയാണെന്ന് തോന്നുന്നു. വീടുകളും ഒക്കെ കണ്ടില്ലേ. നല്ല ബ്ലോക്കും വലിയ വഴി. ഇതൊക്കെ വേറൊരു വഴി ഇതിൽ പോകുന്നു. ട്രെയിൻ കിടക്കുന്നുണ്ട് ഇവിടെ. നല്ല സൂപ്പറല്ലേ വീടുകളുടെ കളറും. എത്ര വലിയൊരു ബ്രിഡ്ജാണ് ഇരുമ്പിൻ്റെ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോണെന്ന്. ഭയങ്കര വലിയൊരു ഫ്രീവേയുടെ അത്രയും വലിപ്പമുള്ള റോഡാണ്. ഫ്രീവേ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഭയങ്കര വലിയ വീതിയുള്ള, ഇത്രയും വലുത് സ്റ്റീലിൻ്റെ അകത്തുള്ള റോഡ് വളരെ ചുരുക്കമാണ്. യൂണിയൻ സ്റ്റേഷൻ പാർക്കിംഗ് കണ്ടോ. ഇവിടെ എല്ലായിടത്തും ഈ യൂണിയൻ സ്റ്റേഷൻസ് ഉണ്ടോ. മെട്രോ ഉണ്ടാവും, പിന്നെ അവിടെ അതിനോടനുബന്ധിച്ച് ബസ്സിൻ്റെ സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അകത്തേക്ക് കയറുമ്പോൾ ബിൽഡിങ്ങുകളൊക്കെ, ഇതും റോഡാണ്. റോഡിൻ്റെ അല്ല, ഇത് മെട്രോയുടെ ആയിരിക്കും കേട്ടോ. ഒത്തിരി ഓൾഡാണ് ഈ സംഭവങ്ങളെല്ലാം. ഗ്രേ ഹൗണ്ടിൻ്റെ പാർക്കിങ്ങിലെത്തി. മാസച്യൂസെറ്റ്സിൻ്റെ വേഴ്സ്റ്റോർ എന്ന് പറയുന്ന സിറ്റിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ട്രിപ്പൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ടൗണുകളൊക്കെ സംവിധാനിച്ചിരിക്കുന്ന ആ ഒരു സിസ്റ്റം കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ഗ്രേ ഹൗണ്ടിൻ്റെ ബസ് സ്റ്റേഷൻ, അവിടെ നമുക്കൊരു ബസ് സ്റ്റേഷൻ കാണാം. കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇത് നല്ല ഓർഗനൈസ്ഡ് ആണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മാസച്യൂസെറ്റ്സിലെ വേഴ്സ്റ്റോർ സിറ്റിയിലെ ബസ് സർവീസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫൈനലി ബോസ്റ്റണിൽ എത്തിയിരിക്കുകയാണ്. ബോസ്റ്റണും ഒരു വലിയൊരു സിറ്റിയാണ്. ബോസ്റ്റണിൽ നമ്മളൊരു ടണലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര വലിയ സിറ്റി കേട്ടോ ബോസ്റ്റൺ. അടിപൊളി ട്രാൻസ്പോർട്ടിങ് സംവിധാനം കേട്ടോ ഇവിടെ. ബോസ്റ്റണിൻ്റെ മെട്രോ ട്രെയിനിൻ്റെ കിടക്കുന്നു. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, ഭയങ്കര വലിയ ബസ് സ്റ്റാൻഡ്, ബ്രിഡ്ജുകൾ, ഓവർ ബ്രിഡ്ജുകൾ, ബിൽഡിങ്സ് ഹെവിയാണ്. ഹെവി ബസ്സുകൾ. അവിടെ ഫ്ലിക്സ് ബസ് കിടക്കുന്നുണ്ട്. നമ്മൾ ഫ്ലിക്സ് ബസ്സിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും ഒരൊറ്റ ഫ്ലിക്സ് ബസ്സിൽ പോലും നമുക്ക് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ് കേട്ടോ. അവരുടെ ആപ്പിൽ കയറിയിട്ടായിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ ബോസ്റ്റൺ ബസ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അടിപൊളി ഒരു വലിയൊരു ബസ് സ്റ്റേഷനാണ് ബോസ്റ്റൺ. ഇത്രയും വിചാരിച്ചില്ല. മാസച്യൂസെറ്റ്സിൽ നമ്മുടെ ഇത് 3ാമത്തെ ബസ് സ്റ്റോപ്പാണ്. ഇനി നമുക്കിവിടെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ബസ് ചേഞ്ച് ചെയ്ത് കയറണം. നമുക്ക് അടുത്ത ബസ് ചേഞ്ച് ചെയ്ത് പോകേണ്ടത് മെയിൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ബംഗൂറിലേക്കാണ്. ഏകദേശം ഒരു 5.5 മണിക്കൂറോളം ഇവിടുന്ന് യാത്രയുണ്ട് നമുക്ക്. അപ്പം ഇനി അതിനു വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതുപോലെ തന്നെ ഈ സ്റ്റേഷനിലെ കുറച്ച് കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. ബോസ്റ്റൺ ബസ് സ്റ്റേഷൻ്റെ അകം ആണ് നമ്മൾ കാണുന്നത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഓരോ ഗേറ്റുകളുണ്ട്.
ഇപ്പോൾ അവിടെ ഒരു ബസ് വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ അങ്ങോട്ടേക്കുള്ള ബസ്സിൽ കയറാനുള്ള ആളുകൾ പോകുന്നു. അങ്ങനെ ഓരോ ഗേറ്റുകളാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുണ്ട്. നമ്മൾ വന്ന ബസ് ഇവിടെയാണ് കിടക്കുന്നത്. നല്ല തിരക്കുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ബോസ്റ്റൺ ബസ് സ്റ്റേഷൻ. നമ്മുടെ ബസ്സിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല അടിപൊളി സൂപ്പർ വ്യൂ ആണ്. ഇത് ശരിക്കും പറഞ്ഞൊരു ഷോപ്പിംഗ് മാൾ പോലെയുണ്ട് കേട്ടോ. ഇത്രയും നല്ലൊരു അടിപൊളി ബസ് സ്റ്റേഷൻ നമ്മൾ ഇതുവരെയും കണ്ടില്ല. ഇതും മെട്രോ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണെന്ന് അറിയില്ല. അങ്ങോട്ടേക്ക് റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ അടിപൊളി. നല്ല തന്നെയല്ല, ഇവിടെ ഫുള്ള് AC ആണ്. നല്ല വൃത്തിയുണ്ട്. അത്യാവശ്യം ടിക്കറ്റ് കൗണ്ടറുകളൊക്കെ നമുക്കിവിടെ കാണാം. ചെറിയൊരു ടൗണാണ്. പോർട്സ്മൗത്ത് റിവറാണ് നമ്മൾ കാണുന്നത്. ഇതാണ് രണ്ട് സ്റ്റേറ്റുകളെ തിരിക്കുന്നത്. ഇനി നമ്മൾ മെയിൻ സ്റ്റേറ്റിലേക്ക് കടന്നു കഴിഞ്ഞു.